ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ മലയാളം പ്രീവിയസ് ചോദ്യപേപ്പറാണ്. 2025-26 ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ 4ാം ക്ലാസ്സിലെ ഓണപ്പരീക്ഷയുടെ ചോദ്യപേപ്പർ കഴിഞ്ഞ വർഷത്തെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വർഷം എക്സാം ആവുകയാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും പ്രീവിയസ്, അതായത് കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ ഉത്തരം എഴുതി ഒന്ന് പരിശീലിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. മോഡൽ ചോദ്യപേപ്പർ ചെയ്യുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ പരീക്ഷയിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ 4ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പർ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ വർഷം എഴുതാൻ പോകുന്നത്. ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യം തന്നെ 2 മണിക്കൂർ 15 മിനിറ്റ് ആയിരിക്കും എക്സാം. നിങ്ങളുടെ പേര്, സ്കൂളിൻ്റെ പേര്, ഡിവിഷൻ, ടീച്ചറുടെ ഒപ്പ്, രക്ഷിതാവിൻ്റെ ഒപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കോളം കാണാം. നിർദ്ദേശങ്ങൾ വായിക്കുക. ശേഷം 4ാം ക്ലാസ്സിലെ ആദ്യ ചോദ്യം, പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്നുള്ളതാണ്. ഖണ്ഡിക വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ എന്നതാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങൾക്ക് ഞാൻ ഈ ഖണ്ഡിക വായിച്ചു തരാം, ചോദ്യങ്ങളും വായിച്ചു തരാം. ഉത്തരങ്ങൾ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ആരോ വലിച്ചെറിഞ്ഞ ഒരു വിത്തിനുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു കുഞ്ഞായിരുന്നു ഞാൻ. മണ്ണിൻ്റെ മടിയിൽ അമ്മയുടെ മടിത്തട്ടിൽ എന്ന പോലെ ഞാൻ മയങ്ങിക്കിടന്നു. ഇറ്റുവീണ മഴത്തുള്ളികൾ എൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. ഇളം കാറ്റ് സ്നേഹത്തോടെ എന്നെ തലോടി. നിറഞ്ഞ ചിരിയോടെ സൂര്യൻ എൻ്റെ തലയ്ക്കു മുകളിൽ തെളിഞ്ഞു നിന്നു. കുഞ്ഞിലകൾ വിടർത്തി ഞാനും തലയാട്ടി ചിരിച്ചു. കാലം കടന്നുപോയി. ഞാനൊരു മരമായി വളർന്നു. എത്രയോ പേർക്ക് തണലേകി, കൂടൊരുക്കി, പഴങ്ങൾ നൽകി. കാൽവിരലുകൾ നീട്ടി പുഴയെയും കൈവിരലുകൾ നീട്ടി മേഘത്തെയും ഒരേ സമയം തൊട്ടു. ഞാൻ എത്ര സന്തോഷിച്ചെന്നോ. പെട്ടെന്നാണ് എല്ലാം തകിടം മറിഞ്ഞത്. ആഞ്ഞു വീശിയ കോടാലി മൂർച്ചയിൽ എൻ്റെ കൈകാലുകൾ മുറിച്ച് നീക്കപ്പെട്ടു. താഴെ വീണു ചിതറിയ കൂടിനരികിൽ നിലവിളിക്കുന്ന അമ്മക്കിളിയെ കണ്ടപ്പോൾ എൻ്റെ അല്ലൽ ഇരട്ടിച്ചു. അപ്പോൾ ഒരു മരം മുറിച്ചു കഴിഞ്ഞപ്പോൾ മരത്തിൻ്റെ കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലെ ചോദ്യങ്ങൾ നോക്കിയാലോ. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ പറയും. ആദ്യം നിങ്ങൾക്ക് ചോദ്യങ്ങൾ വായിച്ചു തരുമ്പോൾ നിങ്ങളതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ ആദ്യ ചോദ്യം, വിത്തിനുള്ളിൽ മയങ്ങിക്കിടന്നിരുന്നത് ആരാണ്? 4 ഓപ്ഷൻസ് ആണ്. കുഞ്ഞിക്കിളി, മഴത്തുള്ളി, പൂമ്പാറ്റ, മരം. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി, മരം ആണ് ഉത്തരം. ഞാൻ ആ ചുവന്ന പെട്ടിക്കുള്ളിൽ ഇട്ടിരിക്കുന്നതാണ് ഉത്തരം കേട്ടോ, മരം. അടുത്ത ചോദ്യം, മരത്തിൻ്റെ വേരുകൾ ആഴത്തിൽ വളർന്നെന്ന് വ്യക്തമാക്കുന്ന വാക്യം ഏതാണ്? അപ്പം 4 ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഉത്തരം നിങ്ങൾ അത് വായിച്ചു നോക്കൂ. വായിക്കാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാനിതൊന്ന് വായിക്കാം. എ ഓപ്ഷൻ വരുന്നത് കൈവിരലുകൾ നീട്ടി മേഘത്തെ തൊട്ടു. ഓപ്ഷൻ ബി, തലയാട്ടി ചിരിച്ചു. ഓപ്ഷൻ സി, കാൽ വിരലുകൾ നീട്ടി പുഴയെ തൊട്ടു. ഓപ്ഷൻ ഡി, ഞാൻ മയങ്ങിക്കിടന്നു. അപ്പോൾ ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി, കാൽ വിരലുകൾ നീട്ടി പുഴയെ തൊട്ടു. അടുത്ത ചോദ്യം, സി, ആഞ്ഞു വീശിയ കോടാലി മൂർച്ചയിൽ എൻ്റെ കൈകാലുകൾ മുറിച്ചു നീക്കപ്പെട്ടു. മരത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് ആരായിരിക്കും കാരണക്കാർ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ വായിക്കുക, ഉത്തരം നിങ്ങൾ എഴുതണം. ഓപ്ഷൻ എ മനുഷ്യർ, ഓപ്ഷൻ ബി മൃഗങ്ങൾ, ഓപ്ഷൻ സി ആകാശം, ഓപ്ഷൻ ഡി മഴ. ഉത്തരം ഓപ്ഷൻ എ മനുഷ്യർ. ഇനി അടുത്തത് ഡി ആണ്. മരങ്ങൾ നമുക്ക് നൽകുന്ന സഹായങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? നമുക്ക് 4 ഓപ്ഷൻ ആണ്. എ ബി സി ഡി നോക്കാം. ഓപ്ഷൻ എ തണൽ, ഓപ്ഷൻ ബി കൂട്, ഓപ്ഷൻ സി വെയിൽ, ഓപ്ഷൻ ഡി പഴങ്ങൾ. ഓപ്ഷൻ സി വെയിലാണ് ഉത്തരം. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. സങ്കടം എന്ന അർത്ഥം വരുന്ന ഏത് പദമാണ് കഥാഭാഗത്ത് നൽകിയിട്ടുള്ളത്? ഓപ്ഷൻ എ മൂർച്ച, ഓപ്ഷൻ ബി തളിര്, ഓപ്ഷൻ സി ഇളം, ഓപ്ഷൻ ഡി അല്ലൽ. ഓപ്ഷൻ ഡി അല്ലൽ ആണ് ഉത്തരം കേട്ടോ. അപ്പം നിങ്ങൾ എ ബി സി ഡി ഇ നോക്കൂ ഉത്തരങ്ങൾ. ആദ്യത്തെ ഉത്തരം മരം, രണ്ടാമത് കാൽവിരലുകൾ നീട്ടി പുഴയെ തൊട്ടു, 3 മനുഷ്യർ, 4 വെയിൽ, 5 അല്ലൽ. ഇത്രയും ഉത്തരങ്ങൾ ശരിയാക്കിയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അടുത്ത പ്രവർത്തനം 2. അടുത്ത ചോദ്യം വരുന്നത് വരികൾ കൂട്ടിച്ചേർക്കാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന വരികളൊന്ന് വായിക്കാം. അതിനുശേഷം 4 വരികൾ നിങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതണം കേട്ടോ. മാനത്തു മഴ വരും ആഘോഷം, പാടത്തിനതു കണ്ടു സന്തോഷം. മാനത്തു കൊട്ടും കുഴൽപ്പാട്ടും, പാടത്തു വെട്ടും വിതപ്പാട്ടും. മാനത്തു മേഘത്തിൻ തേരോട്ടം, പാടത്തു കുളിരിൻ്റെ നീരോട്ടം. 4 വരികൾ നിങ്ങൾ ഉണ്ടാക്കുക. ഞാനിവിടെ 4 വരികൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് തരാം. കണ്ടല്ലോ. മാനത്തു വെള്ളിമേഘക്കൂടാരം, പാടത്തു പൊൻകതിരിൻ പൂരം, മാനത്തു മാരിവില്ലിനഴക്, പാടത്തു കൊക്കുകളുടെ ഇളക്കം.
പ്രവർത്തനം 3 ചിഹ്നം ചേർക്കാമെന്നാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിച്ച് ഉചിതമായ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതണം. അപ്പം നമുക്ക് ഇത് വായിച്ചു നോക്കൂ. ഇതിലെവിടെയും ഒരു കുത്തില്ല, കോമയില്ല, അല്ലേ? നമുക്ക് അതൊന്നും ഇല്ലാതെ ഒരു സെൻറ്റൻസ് ഇല്ല. അപ്പോൾ ഇതിൽ നമ്മൾ എവിടെയാണോ കുത്ത് വരേണ്ടത് കുത്തിടുക, ഫുൾ സ്റ്റോപ്പ്, അല്ലേ? അപ്പോൾ ബിന്ദു അല്ലെങ്കിൽ അത് ഇടുക, കുത്ത് കൊടുക്കേണ്ടത് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ഫുൾ സ്റ്റോപ്പ് ഇടുക, കോമ ഇടേണ്ട അവിടെ കോമ ഇട്ടിട്ട് നമ്മൾ ഇതിനൊന്ന് മാറ്റി എഴുതണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എവിടേക്കാണ് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത് നോക്കുക, എവിടേക്കാണ് കോമ ഇടേണ്ടത് നോക്കുക, എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് നോക്കണം. വായിച്ചു നോക്കുക. എന്നിട്ട് നമ്മളിതിൻ്റെ ഉത്തരം, കാരണം ഇത് ഞാൻ വീണ്ടും വായിക്കുന്നില്ല, ഉത്തരത്തിലൂടെ ഞാനത് കാണിച്ചു തരാം. നോക്കിക്കോളൂ. നല്ല ഉറക്കത്തിലായിരുന്നു കുഞ്ഞനുറുമ്പ്. കുഞ്ഞനുറുമ്പ്. അപ്പോൾ കുഞ്ഞനുറുമ്പ് കഴിഞ്ഞൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ, ദാ ഇവിടെ. നേർത്ത നനവുള്ള പച്ചപ്പുൽത്തകിടിയിലൂടെ തെന്നി തെന്നി പോകുന്നത് അവൻ സ്വപ്നം കണ്ടു. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്. നല്ല രസം. ഈ നല്ല രസം എന്നുള്ളത് നമ്മൾ ഡബിൾ കോട്ട്സിൽ ഇട്ടിട്ട് ഒരു ആശ്ചര്യചിഹ്നം. അവൻ കൂടുതൽ ഉത്സാഹത്തോടെ തെന്നി നീങ്ങാൻ തുടങ്ങി. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്. കുഞ്ഞാ, നീ ഇനിയും എഴുന്നേറ്റില്ലേ? ഇതൊരാൾ ചോദിക്കുന്നതാണ്. അത് നമ്മളിങ്ങനെ 2 കോമ ഇതിനകത്ത് ഇടണം കേട്ടോ. എഴുന്നേറ്റില്ലേ എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ മാർക്ക് അത് അതിനകത്ത് ഇടുക. അമ്മയുടെ ശബ്ദം കേട്ട് അവൻ ഞെട്ടി ഉണർന്നു. ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരമാണ് ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാറ്റി എഴുതേണ്ടത്. അടുത്ത പ്രവർത്തനം 4. പ്രവർത്തനം 4-ൽ 2 പ്രവർത്തനമുണ്ട്. അവയിൽ ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ പ്രവർത്തനം 4A എന്ന് പറയുന്നത് ഒരു സംഭാഷണം എഴുതാനാണ്. സംഭാഷണം എഴുതാം. ആബിദക്കുട്ടിയുടെ കൈവിട്ട് പറന്നുയർന്ന പട്ടൂസ് മാനത്ത് പറന്നു നടന്നു. അവന് ആകെ പ്രയാസമായി. പട്ടൂസിൻ്റെ വിഷമം കണ്ട് അമ്പിളി അമ്മാവൻ കാര്യം തിരക്കി. എന്തൊക്കെയാവും പട്ടൂസും അമ്പിളിമാമനും തമ്മിൽ പറഞ്ഞിരിക്കുക? സംഭാഷണ രൂപത്തിൽ എഴുതി നോക്കൂ. പട്ടൂസും അമ്പിളിമാമനും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്, കോൺവെർസേഷൻ. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം. അമ്പിളിമാമൻ: എന്തിനാ പട്ടൂസ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? പട്ടൂസ്: എനിക്ക് സങ്കടമുണ്ട്. ഞാൻ ആബിദക്കുട്ടിയുടെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ പിടിവിട്ട് പറന്നു പോന്നതാണ്. അപ്പോൾ അമ്പിളിമാമൻ: ഓ, അതാണോ കാര്യം? പക്ഷെ ആകാശത്ത് ഇങ്ങനെ സ്വതന്ത്രമായി പറന്നു നടക്കാൻ നല്ല രസമല്ലേ, പിന്നെന്താ ഇത്ര വിഷമിക്കാൻ? പട്ടൂസ്: ഇതിലും നല്ലത് ആബിദക്കുട്ടിയുടെ കൂടെ കളിക്കുന്നതായിരുന്നു. അവനല്ല, അവളാണ് കേട്ടോ എന്നെ എത്ര സ്നേഹത്തോടെയാണ് നോക്കിയിരുന്നത്. ഇപ്പോൾ ഞാൻ തനിച്ചായതുപോലെ. അവളാണ് കേട്ടോ, അവനല്ല കേട്ടോ, അവളാണ്. ആബിദ പറയുന്നത് പെൺകുട്ടിയാ. അമ്പിളിമാമൻ: മുകളിൽ നിന്ന് നോക്കിയപ്പോൾ താഴെ ഒരു കുട്ടിയിരുന്ന് കരയുന്നത് ഞാൻ കണ്ടിരുന്നു. പട്ടൂസ്: അത് എൻ്റെ ആബിദക്കുട്ടി തന്നെ ആയിരിക്കും. എനിക്ക് എങ്ങനെയെങ്കിലും അവളുടെ അടുത്തേക്ക് തിരിച്ചു പോകണം. എന്നെ സഹായിക്കാമോ? അമ്പിളിമാമൻ: ഞാൻ നിന്നെ ആബിദക്കുട്ടിയുടെ അടുത്തെത്താൻ സഹായിക്കും. നീ കരയാതെ ഇരിക്കൂന്നാണ് കേട്ടോ, കാര്യത്തെ അല്ല, നീ കരയണ്ടെന്നാണ്. ഇത് വേണ്ട, ഈ സെൻറ്റൻസ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, സഹായിക്കും. പട്ടൂസ്: വളരെ നന്ദി അമ്പിളിമാമ. ഇതുപോലെയുള്ള സംഭാഷണങ്ങൾ എഴുതേണ്ടി വരും. ഇത്ര വലുതാക്കിയൊന്നും നിങ്ങൾ എഴുതണ്ട, എങ്കിലും നിങ്ങൾ എപ്പോഴും എഴുതാൻ വേണ്ടിയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തിരിക്കുക, റിവിഷൻ ചെയ്യുക, എഴുതി നോക്കുക, എല്ലാം ചെയ്യുക കേട്ടോ. അടുത്ത ചോദ്യം ഗദ്യരൂപത്തിലാക്കാമെന്നുള്ളതാണ്. 4B. താഴെ നൽകിയ കവിത വായിച്ച് ആശയം ചോർന്നു പോകാതെ പൂർണ്ണ വാക്യങ്ങളാക്കി എഴുതൂന്നാണ്. താഴെ നമുക്ക് തന്നിരിക്കുന്ന കവിത ഒന്ന് വായിക്കാം. അതിനെ നമ്മൾ കവിത അല്ലാതെ ഗദ്യരൂപത്തിൽ ഫുൾ സ്റ്റോപ്പ് ഒക്കെ വരുന്നത് പോലെ തന്നെ സെൻറ്റൻസ് ആക്കി എഴുതണം. നോക്കിയാലോ. ചിറകു കുരുത്തു തുടങ്ങും മുമ്പൊരു ചിന്നക്കുരുവി നനയ്ക്കുന്നു. നീലാകാശം കൂട്ടിനരികെ നിന്നു പതുക്കെ വിളിക്കുന്നു. കാടിൻമീതെ വയലിൻമീതെ കടലിൻമീതെ പോകണമോ? കുഞ്ഞിക്കാറ്റു കളിച്ചു നടക്കും കുന്നിൻ ചെരുവിൽ ഇരിക്കണമോ? ഇതൊരു കവിതയാണ്. ഇനി ഇതിനെ ഗദ്യരൂപത്തിലാക്കി പറഞ്ഞു തരാം. ഉത്തരമാണ് കേട്ടോ. ചിറകു കുരുത്തു തുടങ്ങുന്നതിന് മുമ്പ് എന്നാണ് കേട്ടോ, കുരുത്തു നാക്കിയാൽ മതി. ചിറകു കുരുത്തു തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചിന്നക്കുരുവി ചിന്തിക്കുന്നു. നീലാകാശം അടുത്തേക്ക് വന്ന് അതിനെ പതുക്കെ വിളിക്കുന്നു. കാടിന് മുകളിലൂടെയും വയലിന് മുകളിലൂടെയും കടലിന് മുകളിലൂടെയും പറന്നു പോകണമോ എന്ന് കുരുവി ആലോചിക്കുന്നു. അതോ കുഞ്ഞിത്തൈക്കാറ്റിൽ കളിച്ച് നടന്ന് കുന്നിൻ ചെരുവിൽ തന്നെ ഇരിക്കണമോ എന്ന് അത് ചിന്തിക്കുന്നു.
പ്രവർത്തനം 5. പ്രവർത്തനം 5-ൽ 2 പ്രവർത്തനങ്ങളുണ്ട്. ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഞാനിവിടെ നിങ്ങൾക്ക് 2 ഉത്തരങ്ങളും തരുന്നുണ്ട്. ആദ്യം 5A കത്തെഴുതാമാണ്. മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിൾ വാടകയ്ക്കെടുത്ത് ചന്ദ്രനിലേക്ക് യാത്ര പോയ കുട്ടിയുടെ അനുഭവങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? യാത്ര പോയ കുട്ടി തൻ്റെ അനുഭവങ്ങൾ കൂട്ടുകാരനായ സോനുവിനെ ഒരു കത്തിലൂടെ എഴുതി അറിയിച്ചു. എന്തൊക്കെയായിരിക്കും കത്തിലെ വിശേഷങ്ങൾ? അപ്പോൾ സോനുവിനാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. സോനു എന്നാണ് പേര് കൊടുക്കേണ്ടത്. ഞാനിവിടെ മനു എന്നാണ് കൊടുത്തത്. പ്രിയപ്പെട്ട സോനുവിന് നാക്കുക കേട്ടോ. അത് നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. പ്രിയപ്പെട്ട സോനുവിന് തന്നെ ആക്കുക കേട്ടോ. സോനുവാണ് ഇവിടെ ആ കുട്ടി. അപ്പോൾ പ്രിയപ്പെട്ട സോനുവിന് സുഖമെന്ന് കരുതുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളൊരു സ്ഥലവും തീയതിയും കൊടുക്കുക. നിനക്ക് അത്ഭുതമുണ്ടാക്കുന്ന ഒരു വലിയ കാര്യം പങ്കുവെക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ സൈക്കിൾ വാടകയ്ക്കെടുക്കുന്ന മൈക്കിളേട്ടൻ്റെ കടയിൽ പോയിരുന്നു. അവിടെ നിന്ന് ഒരു പ്രത്യേക സൈക്കിൾ വാടകയ്ക്കെടുത്ത് ഞാൻ നേരെ ചന്ദ്രനിലേക്ക് ഒരു യാത്ര പോയി. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം, പക്ഷേ അതൊരു ഒന്നൊന്നര യാത്രയായിരുന്നു. ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഉയരുമ്പോൾ ആദ്യം ചെറിയ പേടിയൊക്കെ തോന്നി. എന്നാൽ മേഘങ്ങൾക്കിടയിലൂടെ സൈക്കിൾ ചവിട്ടി മുന്നോട്ട് പോയപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നക്ഷത്രങ്ങൾ എൻ്റെ തൊട്ടരികിലൂടെ മിന്നിത്തിളങ്ങി കടന്നു പോകുന്നുണ്ടായിരുന്നു. ആകാശത്ത് ഒരു വലിയ പന്തുപോലെ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ ഭൂമിയെ ചന്ദ്രനിൽ നിന്ന് നോക്കി കണ്ടപ്പോൾ ഉണ്ടായ ഭംഗി ഒരിക്കലും മറക്കാൻ കഴിയില്ല. കുറച്ചു സമയം അവിടെ ചെലവഴിച്ച ശേഷം ഞാൻ തിരികെ പോന്നു. ഈ യാത്രയിലുടനീളം എൻ്റെ കൂടെ നീയും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അടുത്ത തവണ നമ്മൾ ഒരുമിച്ച് പോകും. നിന്റെ മറുപടിക്കായി കാത്തിരിക്കുന്നു എന്ന് സ്നേഹത്തോടെ. ഇവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക. നിങ്ങളുടെ പേര് കൊടുക്കേണ്ടത് കൊണ്ടാണ് ഞാനിവിടെ പേര് എഴുതാതിരുന്നത് കേട്ടോ. ഇനി നമുക്ക് അതല്ലെങ്കിൽ എഴുതേണ്ട അടുത്ത ചോദ്യം 5B യാത്രാനുഭവ വിവരണമാണ്. നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഇങ്ങനെ അതല്ലെങ്കിൽ ഇത് എഴുതുക എന്ന് പറഞ്ഞിട്ട് 2 ചോദ്യങ്ങൾക്ക് ഉണ്ടാവും. അതിലേതെങ്കിലും ഒന്നിനും നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതിയാവും കേട്ടോ. നിരവധി യാത്രകൾ കൂട്ടുകാർ നടത്തിയിട്ടുണ്ടല്ലോ. അവയിൽ ഏറ്റവും ഇഷ്ടമായ യാത്ര ഏതാണ്? യാത്രയിലൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ട കാഴ്ചകളെയും ഉൾപ്പെടുത്തി ആകർഷകമായ ഭാഷയിൽ ആ യാത്രാനുഭവങ്ങൾ ഒന്ന് എഴുതി നോക്കൂ. അപ്പം നിങ്ങൾ പോയ ഏതെങ്കിലും ഒരു യാത്രാനുഭവം എഴുതുക. നിങ്ങളിപ്പോൾ വെക്കേഷന് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് എഴുതാം. ഞാനിവിടെ കൊടുക്കുന്നത് മറക്കാനാവാത്ത ഒരു മൂന്നാർ യാത്ര എന്നൊരു യാത്രാനുഭവമാണ്. കഴിഞ്ഞ വെക്കേഷൻ കാലത്താണ് ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം മൂന്നാറിലേക്ക് ഒരു യാത്ര പോയത്. എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുലർച്ചെ തന്നെ ഞങ്ങൾ ഒരു കാറിലാണ് യാത്ര തിരിച്ചത്. വഴിയിലുടനീളം മനോഹരമായ കാഴ്ചകളായിരുന്നു ഞങ്ങളെ കാത്തിരുന്നത്. മൂന്നാറിലേക്ക് അടുക്കും തോറും തണുത്ത കാറ്റും മഞ്ഞും ഞങ്ങളെ വരവേറ്റു. ഇരുവശങ്ങളിലും പച്ച പരവതാനി വിരിച്ചതുപോലെയുള്ള തേയിലത്തോട്ടങ്ങൾ കാണാൻ വളരെ ഭംഗിയുണ്ടായിരുന്നു. അവിടെ മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിന്റ്, രാജമല തുടങ്ങിയ സ്ഥലങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു. രാജമലയിൽ വെച്ച് വരയാടുകളെ വളരെ അടുത്തുനിന്ന് കാണാൻ സാധിച്ചത് വലിയൊരു അനുഭവമായിരുന്നു. തണുപ്പുള്ള ആ വൈകുന്നേരങ്ങളിൽ ചൂട് ചായ കുടിച്ചതും മഞ്ഞിലൂടെ നടന്നു പോയതും ഒരിക്കലും മറക്കാൻ കഴിയില്ല. പ്രകൃതിയുടെ ഭംഗി ഇത്രയധികം ആസ്വദിച്ച മറ്റൊരു യാത്ര എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും സന്തോഷവും നിറഞ്ഞതുമായ ഒരു യാത്രാനുഭവമായിരുന്നു ഇത്. ഇതല്ല അത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ചോദ്യപേപ്പർ ഉണ്ടായിരിക്കുക. ഇതേ ചോദ്യങ്ങൾ വരുമെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ മോഡൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് ഞാനിവിടെ പറഞ്ഞത് നോക്കുക. ആ ഭാഗങ്ങളൊക്കെ നന്നായി പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യപേപ്പറുകൾ വേണം, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചോളൂ. എല്ലാ കമൻസിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.